പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ പള്ളിയിൽ അല്ലെങ്കിൽ മറ്റ് ആരാധനാലയങ്ങളിലോ പ്രാർത്ഥനാ കേന്ദ്രങ്ങളിലോ ഒക്കെ പ്രാർത്ഥിക്കാനായിട്ട് പോകുമ്പോഴേ എന്തോരം ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് നമ്മളിങ്ങനെ കർത്താവിൻ്റെ മുൻപിൽ പോയിട്ട് പറയുന്നത്. ഓരോ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്, ദൈവം ഒരിക്കലും ആഗ്രഹിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പോയിട്ട് കർത്താവിൻ്റെ മുന്നിൽ പറയുന്നത്. നമുക്ക് ഒത്തിരിയേറെ പ്രശ്നങ്ങളാണ് കർത്താവിൻ്റെ മുൻപിൽ സമർപ്പിക്കാനായിട്ടുള്ളത്. രോഗം, വീട്, ഭർത്താവ്, ഭാര്യ, മക്കള്, സ്ഥലം വിൽപ്പന, വിവാഹ തടസ്സം, മക്കളില്ലാത്ത അവസ്ഥകൾ, സാമ്പത്തിക ബാധ്യതകൾ, കടം, അങ്ങനെ പല കുടുംബ പ്രശ്നങ്ങൾ, അങ്ങനെ നമ്മൾ എവിടെയൊക്കെ പ്രാർത്ഥിക്കാൻ ചെന്നാലും ഇങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ പ്രാർത്ഥിച്ചിട്ട് ചിലതൊക്കെ നടക്കുന്നുണ്ടോ? ഏതെല്ലാം വലിയ പള്ളികളിലും ധ്യാന കേന്ദ്രങ്ങളും അവിടെ ഇവിടെയൊക്കെ പോയി പ്രാർത്ഥിച്ചു, എന്നിട്ട് എന്തെങ്കിലും നടക്കുന്നുണ്ടോ? ചിലരുടെ ജീവിതത്തിലൊന്നും നടക്കുന്നുമില്ല. ഇവിടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയൊരു അബദ്ധം സംഭവിക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? നമ്മൾ ഈ ഭൗതിക കുടുംബ ലോക കാര്യങ്ങൾ മുഴുവൻ സമർപ്പിച്ചുകൊണ്ടിരിക്കുക. പള്ളി ചെന്ന് കഴിയുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എവിടെയാണ് നമുക്ക് കർത്താവിനെ ഒന്ന് സ്നേഹിക്കാനായിട്ടുള്ള സമയം? അല്ലെങ്കിൽ പള്ളി ചെന്ന് കഴിയുമ്പോൾ എവിടെയാണ് നമുക്ക് കർത്താവുമായിട്ട് നല്ലൊരു ആത്മബന്ധം പുലർത്തുവാനായിട്ടുള്ള സമയം? നമ്മുടെ ഈ ഭൗതിക പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ പള്ളിയിൽ നിന്ന് പോരുമ്പോൾ ദൈവവുമായിട്ടുള്ള വലിയൊരു സ്നേഹബന്ധത്തിൻ്റെ ഒരു സ്പേസ് നമുക്ക് അവിടെ നഷ്ടപ്പെടുകയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ വലിയൊരു മാർക്കറ്റിൽ ചെന്ന് കയറുന്ന പോലെയാണ് ചിലപ്പോൾ പള്ളിയിലോട്ട് കയറി ചെല്ലുന്നത്. വലിയൊരു മാർക്കറ്റിൽ പോകുമ്പോൾ നമ്മൾ ഉപ്പോട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹത്തിലാണ് പോകുന്നത്. ഇതേ ആഗ്രഹത്തിലാണ് നമ്മൾ പള്ളിയിലും പോകുന്നത്. ഈ ഭൗതിക കാര്യങ്ങൾ മുഴുവൻ സമർപ്പിച്ച് അത് മേടിച്ചെടുക്കുക എന്നുള്ള ഒരൊറ്റ ആഗ്രഹത്തിലാണ് നമ്മൾ പള്ളിയിലോട്ട് പോകുന്നത്. കർത്താവിനെ സ്നേഹിക്കാൻ മാത്രം ഇന്ന് നമുക്ക് പ്രാർത്ഥനയിൽ, ആത്മീയതയിൽ സമയമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ 100 കൂട്ടം കാര്യങ്ങളൊന്നും കർത്താവിൻ്റെ മുൻപിൽ ചോദിക്കേണ്ട ഒരാവശ്യമില്ല. ഇതെല്ലാം കർത്താവിനറിയാം. നമുക്ക് എന്ത് വേണം എന്ത് വേണ്ട എന്നുള്ളത് കർത്താവിന് കൃത്യമായിട്ടറിയാം. പക്ഷെ നമ്മൾ ഒരു കാര്യം മാത്രം നമ്മൾ ചോദിക്കണം. ആ ഒരു കാര്യം ചോദിച്ച് ആ ഒരു അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മറ്റെല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. അതെന്താണെന്നറിയാമോ? ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 9-ാം തിരുലിഖിതം മുതലൊന്ന് വായിച്ചു നോക്കുക. ഇത്രയും വായിച്ചിട്ട് അവസാനിപ്പിക്കരുത്. 9-ാം തിരുലിഖിതം മുതൽ 13-ാം തിരുലിഖിതം വരെ വായിക്കണം. അവിടെ 13-ാം തിരുലിഖിതത്തിലാണ് എന്തിനു വേണ്ടിയിട്ടാണ് ചോദിക്കേണ്ടതെന്നും എന്തിനു വേണ്ടിയിട്ടാണ് അന്വേഷിക്കേണ്ടതെന്നും എന്തിനു വേണ്ടിയിട്ടാണ് മുട്ടേണ്ടതെന്നും വളരെ വ്യക്തമായിട്ട് ഈശോ പറഞ്ഞു തരുന്നത്. മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്ക് അറിയാമെങ്കിൽ സ്വർഗസ്വനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായി പരിശുദ്ധാത്മാവിനെ നൽകിയില്ല എന്നാണ് വചനം പറയുന്നത്. പരിശുദ്ധാത്മാവിന് വേണ്ടി ചോദിക്കാനും അന്വേഷിക്കാനും അതിനുവേണ്ടി മുട്ടാനും പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണമെന്നാണ് സ്വർഗസ്ഥനായ പിതാവിൻ്റെ തിരുഹിതം. ഓരോ ദൈവ പൈതലും ഈ പെന്തക്കോസ്താ ദിനത്തിൽ പ്രാർത്ഥിക്കേണ്ടത് മറ്റൊരു കാര്യത്തിനും വേണ്ടിയിട്ടല്ല, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾക്കും ദാനങ്ങൾക്കും അതിലെല്ലാം നിറയാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. ആ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഭൗതിക പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിങ്ങളിൽ ധാരാളമായിട്ട് വന്ന് നിറയുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതിനുവേണ്ടി ഈ സമയം ഒരു ചെറിയ ആശീർവാദം സ്വീകരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിങ്ങൾ നിറയാൻ വേണ്ടിയിട്ട് ഞാനും പ്രാർത്ഥിക്കുന്നു.